കാണികളിൽ ആവേശം നിറച്ച കോഴിക്കോട് മഡ് ഫുട്ബോൾ ടൂർണമെന്റ് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്താണ് മഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആവേശവും കൗതുകവും നിറഞ്ഞ മത്സരത്തിൽ ഒന്നാം സമ്മാനമായ മുട്ടനാടും ട്രോഫിയും ത്രീ ലൈൻസ് ഗ്രൂപ്പ് സ്വന്തമാക്കി. കണ്ടംകളി എന്ന് പറഞ്ഞാൽ നല്ല അസല് കണ്ടംകളി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്ത് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ ടൂർണമെന്റ് കാണികളിലും മത്സരാർത്ഥികളിലും ആവേശമാണ് നിറച്ചത്. ഓമശ്ശേരിയിലെ റോയാഡ് ഫാം ഹൗസിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗ്രൗണ്ടിലാണ് മത്സരം സംഘടിപ്പിച്ചിരുന്നത്. പ്രായഭേദമന്യേ നിരവധി ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കാനും പ്രോത്സാഹനം നൽകാനുമൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നു. കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്ററാണ് പന്ത് തട്ടി ചെളിക്കളി ആരംഭിച്ചത്. മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഓമശ്ശേരി പഞ്ചായത്തിലും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലും അനുബന്ധ പരിപാടികൾ കൂടി സംഘടിപ്പിച്ച് മലബാർ റിവർ ഫെസ്റ്റിവലിനെ കൂടുതൽ വിപുലമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ പ്രീ ഇവന്റുകൾ സംഘടിപ്പിച്ച കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, ഓമശ്ശേരി പഞ്ചായത്തുകൾക്ക് പുറമെ ഈ തവണ കാരശ്ശേരി പഞ്ചായത്തും മുക്കം മുനിസിപ്പാലിറ്റിയും കുടിയത്തൂർ പഞ്ചായത്തും പുതുപ്പാടി പഞ്ചായത്തും അതുപോലെ തന്നെ ചക്കിട്ടപ്പാറ പഞ്ചായത്തും ഈ തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമാകുന്നത്. ഫൈനൽ മത്സരം നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലും സമനിലയിലായതോടെ ടോസിലൂടെയാണ് ത്രീ ലൈൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി വിജയികളായത്. സമാപന സമ്മേളനം ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു സമ്മാനങ്ങളൊക്കെ നൽകി. ന്യൂസ് മലയാളം, കോഴിക്കോട്.